ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 6-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 2 ശ്ലോകം 6. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ മനോഹരമായ സ്വരൂപത്തെപ്പറ്റിയും ഗുണകഥകളെപ്പറ്റിയും കേട്ട് മനസ്സ് ഭക്തിസാന്ദ്രമായിരിക്കുന്ന ഭക്തന് ഉണ്ടാകുന്ന ആനന്ദ അനുഭൂതികളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം. ഏവം ഭൂത ഇപ്രകാരമൊക്കെയുള്ള മനോജ്ഞത സൗന്ദര്യത്തിൽ, ഭഗവാന്റെ സൗന്ദര്യത്തിൽ, നവസുധ നിഷ്യന്ത സന്തോഹനം, നവസുധ പുതിയ അമൃത്, നവം പുതിയത്, സുധ അമൃത്, നവസുധ നിഷ്യന്ത സന്തോഹനം ഉറവിടമായിരിക്കുന്ന അല്ലെങ്കിൽ ഒഴുകി വർഷിക്കുന്ന ത്വദ്രൂപം അങ്ങയുടെ രൂപം. ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായതും പുതിയ അമൃത് ഒഴുകി വർഷിക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം പരചിദ്രസായനമയം, പരബ്രഹ്മമാകുന്ന ചിദ് സച്ചിദാനന്ദ രസായനം നിറഞ്ഞതുമായിരിക്കുന്നു. ചേതോഹരമായിരിക്കുന്നു. ചേതോഹരം എന്നാൽ ചേതസ്സിനെ ഹരിക്കുന്ന, മനസ്സിനെ ആകർഷിക്കുന്നതും ആയിരിക്കുന്ന അവിടുത്തെ ആ രൂപം ശൃണ്വതാം, ആ രൂപത്തെയും ഭഗവത് കഥകളെയും ശൃണ്വതാം കേൾക്കുന്നവരുടെ മനസ്സിനെ എന്നാണ് ആദ്യത്തെ 2 വരികളുടെ അർത്ഥം. ഇങ്ങനെയൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ സൗന്ദര്യത്തിൻ്റെ സർവസ്വമായതും പുതിയ അമൃതിൻ്റെ ഉറവിടമായതും പുതിയ അമൃത് ഒഴുകി വർഷിച്ചു കൊണ്ടിരിക്കുന്നതും പരമാനന്ദ സച്ചിദാനന്ദാമൃത രസായനം നിറഞ്ഞതുമായ മനസ്സിനെ അത്യധികം ആകർഷിക്കുന്ന അങ്ങയുടെ ആ രൂപത്തെ പറ്റി കേൾക്കുന്ന ഭക്തന് എന്താണ് വരുന്നത്? സദ്യപ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം. സദ്യപ്രേരയതേ ഉടനെ തന്നെ അവൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്നു. മതിം മദയതേ, മതിം ബുദ്ധിയെ, മദയതേ മതിപ്പിക്കുന്നു. രോമാഞ്ചയത്യംഗകം, രോമാഞ്ചയതി അംഗകം, രോമാഞ്ചയതി രോമാഞ്ചമണിയിക്കുന്നു. അംഗകം ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളെയും. പിന്നെയോ വ്യാസിഞ്ചത്യപി, വ്യാസിഞ്ചതി അപി, വ്യാസിഞ്ചതി എന്നാൽ നനഞ്ഞു കുളിപ്പിക്കുന്നു, അപി നനഞ്ഞു കുളിപ്പിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ, ആനന്ദമൂർച്ഛോദ്ഭവൈ ഭഗവാനോടുള്ള ഭക്തി കൊണ്ടുള്ള പരമാനന്ദ മൂർച്ഛയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ശീതബാഷ്പവിസരൈ, ശീതബാഷ്പം, ശീതം തണുത്തത്, ബാഷ്പം കണ്ണുനീര്. അപ്പോൾ ആ കുളിർ കണ്ണുനീരിൻ്റെ വിസരൈ പ്രവാഹത്തിൽ, ഭഗവാനോടുള്ള ആനന്ദമൂർച്ഛയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള തണുത്ത കണ്ണുനീരിൻ്റെ പ്രവാഹത്തിൽ ഭക്തനെ വ്യാസിഞ്ചത്യപി നനഞ്ഞു കുളിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്തൻ്റെ മനസ്സിനെ ഉടനെ തന്നെ ഭഗവാനിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്നു, ബുദ്ധിയെ മതിപ്പിക്കുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലും രോമാഞ്ചമുണ്ടാകുന്നു. പരമാനന്ദ മൂർച്ഛയിൽ നിന്നുണ്ടായ തണുത്ത കണ്ണീർ പ്രവാഹത്തിൽ ആ ഭക്തൻ നനഞ്ഞു കുളിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇങ്ങനെയൊക്കെ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ മനോഹരമായിട്ടുള്ളതും സൗന്ദര്യത്തിൻ്റെ സർവസ്വമായതും പുതിയ അമൃതിൻ്റെ ഉറവിടമായതും പുതിയ അമൃത് ഒഴുകി വർഷിച്ചു കൊണ്ടിരിക്കുന്നതും
പരമാനന്ദ സച്ചിദാനന്ദാമൃത രസായനം നിറഞ്ഞതുമായ മനസ്സിനെ അത്യധികം ആകർഷിക്കുന്നതുമായ അങ്ങയുടെ ആ രൂപത്തെപ്പറ്റി കേൾക്കുന്ന ഭക്തൻ്റെ മനസ്സിനെ ഉടനെ തന്നെ ഭഗവാനിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുകയും ബുദ്ധിയെ മതിപ്പിക്കുകയും അവൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും രോമാഞ്ചമണിയുകയും ചെയ്യുന്നു. അങ്ങനെ ഭക്തന് ഭഗവാനോടുള്ള ഭക്തിയുടെ പരമാനന്ദ മൂർച്ചയിൽ നിന്നുണ്ടായ തണുത്ത കണ്ണീർ പ്രവാഹത്തിൽ ആ ഭക്തൻ നനഞ്ഞു കുളിക്കുന്നു. ആനന്ദബാഷ്പത്താൽ അവൻ കുളിരണിയുന്നു. ഭക്തന് നിർവചിക്കാനാകാത്ത രോമഹർഷമുണ്ടാകുന്നു. മറ്റൊന്നും തനിക്ക് ഈ ലോകത്തിൽ ആവശ്യമില്ല എന്ന തോന്നൽ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യപി ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോദ്ഭവൈ. 7ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.